പാലക്കാട് പല്ലശന തോട്ടുകുളമ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ സുരേഷ് ബാബുവിൻ്റെ ഒരു വീട്ടിലൊരു പൂന്തോട്ടമുണ്ട്. ഓണക്കാലത്ത് പൂക്കൾ വിറ്റ് കിട്ടുന്ന തുക വയനാട് ദുരിതാശ്വാസത്തിനായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വില്ലേജ് ഓഫീസറായ സുരേഷ് ബാബു. വില്ലേജ് ഓഫീസറായ സുരേഷ് ബാബുവും ഭാര്യ ലക്ഷ്മിയും ഏതെങ്കിലും ഒരു സീസണിലെ മാത്രം കർഷകരല്ല. വർഷം മുഴുവൻ പറമ്പിൽ കൃഷിയുണ്ട്. ഓണക്കാലം എടുത്താൽ ചെണ്ടുമല്ലിയാണ് പ്രിയം. കഴിഞ്ഞ 4 വർഷമായി അയൽക്കാരന്റെ പൂവിനായി കാത്തിരിക്കാറില്ല. സ്വന്തം ആവശ്യം കഴിഞ്ഞ് ഓണച്ചന്തകളിലേക്ക് എത്തിക്കും. ഇത്തവണ പക്ഷേ ലക്ഷ്യം മറ്റൊന്നാണ്. വീടിൻ്റെ മുറ്റത്തൊരു ഗാർഡൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ പച്ചക്കറി സ്ഥിരമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണത്തിനോടനുബന്ധിച്ച് പൂക്കൃഷി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ ഞാൻ ഉദ്ദേശിക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ പൂന്തോട്ടത്തിൽ നിന്ന് തുടങ്ങിയാണ് ഈ വലിയ പൂക്കൃഷിയിലെത്തിയത്. സുരേഷും ലക്ഷ്മിയും കുട്ടികളും തന്നെയാണ് പരിപാലനം. പച്ചക്കറിയുടെ കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് തുടങ്ങിയത്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ഥലത്ത് അത് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തു. ഇപ്പോൾ നമ്മൾ 4 വർഷത്തോളമായിട്ട് എല്ലാ ഓണ സീസണിലും ചെയ്യുന്നുണ്ട്. സമീപ വീടുകളിലെ ആളുകളും സ്കൂളുകളിൽ ആഘോഷം നടക്കുമ്പോൾ കുട്ടികളുമൊക്കെ പൂക്കൾക്കായി ഇവരെയാണ് സമീപിക്കാറ്. വിളവെടുപ്പ് കഴിഞ്ഞ് ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ഇവരുടെ തീരുമാനം. 24 പാലക്കാട്.